ചേട്ടാ, നമ്മൾ നേരത്തെ ഇട്ട വീഡിയോയിൽ ഒരുപാട് കമൻറ്റ് പറയുന്നു യേശു ക്രിസ്തു മാത്രം ദൈവമെന്ന്. ഞാൻ യേശു ദൈവമല്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞാൽ എൻ്റെ ചോദ്യം ഡിസംബർ 25 യേശു ജനിച്ച ദിവസമാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. എല്ലാവരും ക്രിസ്മസ് കൊണ്ടാണ്. ഇപ്പോൾ ഒരുപാട് കമൻറ്റുകൾ വന്നല്ലോ, യേശു ക്രിസ്തു ദൈവമാണ്. ഞാൻ എന്തെന്ന് പറഞ്ഞില്ല. ഹിന്ദുക്കൾ പറയും പരമശിവൻ ദൈവമാണ്, അയ്യപ്പൻ ദൈവമാണ്, ഗണപതി ദൈവമാണ്, സരസ്വതി ദൈവമാണ്, ഭദ്രൻ ദൈവമാണ്. അതേപോലെ മുസ്ലിങ്ങൾ പറയും ഈശാന ദൈവമാണ്, ഇന്ന ഞങ്ങളുടെ ദൈവമാണ് എന്നൊക്കെ പറയും. അതിപ്പോൾ എല്ലാവരും ദൈവമല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഈ ഡിസംബർ 25 ആണോ യേശു ജനിച്ചത്? അതാണ് എൻ്റെ ചോദ്യം. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു ദൈവത്തെ കുറ്റം പറഞ്ഞിട്ടില്ല. കാര്യം ദൈവം ഏതാണ് ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് ഉത്സവ കച്ചവടമാണ്. അതിന് വേണ്ടി മതപ്രസംഗം എല്ലാ സ്ഥലത്തു നിന്നും അവരവര ദൈവങ്ങളാണ് എന്ന് പറഞ്ഞാണ് എല്ലാ മതങ്ങളും പറയുന്നത്. അപ്പം ഞാൻ ഈ ഉത്സവ കച്ചവടം ചെയ്ത് ഈ പ്രായപരിധിയിൽ എനിക്ക് ചിന്തിച്ചിട്ട് എല്ലാം കേൾക്കുന്ന രണ്ട് കാലാണല്ലോ. അപ്പോൾ കേൾക്കുമ്പോൾ ഏതാണ് ദൈവം എന്നുള്ളത് എനിക്ക് അറിഞ്ഞുക. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇങ്ങനെ ഈ കാര്യം ചോദിച്ചത്. ഈ ഡിസംബർ 25 ആണോ യേശു ജനിച്ചത്? യേശു ദൈവമെന്ന് കുറച്ച് പേര് നേരത്തെ പറഞ്ഞു. അപ്പച്ചൻ എന്താ മുട്ടുകുത്തി മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചാൽ കൃത്യമായിട്ട് ദൈവത്തിനെ കണ്ടു കിട്ടുമെന്ന്. ഞാൻ ഒരുപാട് ദുഃഖത്തിലും സുഖത്തിലൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാനും പറയുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ തമ്പുരാനെ എന്ന് ഞാനൊരു വിളിക്കും. എൻ്റെ അറിവിൽ ഞാൻ വിളിക്കുന്ന ദൈവമാണ് ഈ തമ്പുരാനെ എന്നുള്ളത്. കാര്യം അതിലേക്ക് ചോദിക്കും. ഈ തമ്പുരാൻ എന്നുള്ള വാക്ക് ഈ 3 മതക്കാരും സ്വീകരിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾ പറയും എൻ്റെ പൊന്ന് പടച്ച തമ്പുരാനെ. ക്രിസ്ത്യാനികൾ പറയും നന്മറിഞ്ഞ മറിയുമ്പോൾ നിനക്ക് സ്തുതി, കർത്താവിനോട് നീ വാഴ്ത്തപ്പെടാമെന്നു. വിശുദ്ധ പറയുമ്പോൾ തമ്പുരാൻ്റെ അമ്മയെ അവരും പറയുന്നുണ്ട്. ഹിന്ദുക്കളും പറയുന്നുണ്ട് എൻ്റെ പൊന്ന് പാടം തമ്പുരാനെ. അപ്പോൾ ഈ തമ്പുരാൻ എന്നുള്ള വാക്ക് എല്ലാ മതത്തിലും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇന്നലെ ഞാൻ ലോട്ടറി എടുത്തപ്പോൾ ഞാൻ തന്നെ തമ്പുരാനെ 5000 അടിക്കണേ എന്ന് ഞാൻ പറഞ്ഞു. തമ്പുരാൻ സർവശക്തനായ ഒരു തമ്പുരാനുണ്ട്. ഒന്നുമില്ലെങ്കിലും നമ്മളെ പ്രിയപ്പെട്ട ദാസേട്ടൻ, എനിക്കാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്, യേശുദാസാണെന്നല്ല അറിയാമോ. പുള്ളിക്കാരൻ പാടുന്ന ഏതെങ്കിലും പാട്ട് ഏത് മതത്തിനെ പറ്റി പാടിയാലും ആ ദൈവത്തിനോട് അലിഞ്ഞു ചേർന്നാണ് പാടുന്നത്. ഒരു ക്രിസ്ത്യൻ പാട്ട് പാടുകയാണെങ്കിൽ യേശു അവിടെ അപ്പോഴും പ്രതിഷ്ഠപ്പെട്ടു എന്ന് നമുക്ക് കേൾക്കാം ആ പാട്ടിൻ്റെ ഇതിൽ. ഒരു അയ്യപ്പൻ്റെ പാട്ട് പാടുകയാണെങ്കിൽ അതേപോലെ, ഒരു ശിവൻ്റെ പാട്ട് പാടുകയാണെങ്കിൽ അതേപോലെ, ഒരു ഭഗവാന്റെ പാട്ട് ദേവയുടെ പാട്ട് പാടുന്നെങ്കിൽ അതേപോലെ. മുസ്ലിം ഗാനങ്ങൾ യേശുദാസ് പാടുന്ന പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഒരു മുസ്ലിം പോലും പാടാത്ത രീതിയിലാണ്, അത്രത്തോളം അക്ഷരപ്പെടുത്തോടു കൂടിയാണ് ആ പാട്ടൊക്കെ ശ്രദ്ധിക്കുന്നത്. പുള്ളിക്കാരൻ ഒരു വാക്ക് പറയുന്നുണ്ട്, എൻ്റെ എല്ലാം അറിയപ്പെടുന്ന ജഗദീശ്വരൻ. പുള്ളി യേശുവിനെയോ അള്ളാഹുവിനെയോ അയ്യപ്പനെയോ ഒന്നും പറഞ്ഞിട്ടില്ല. സർവശക്തനായ ജഗദീശ്വരൻ എന്ന് പുള്ളി പറയും. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരെ പറയുന്ന തമ്പുരാനെ, എൻ്റെ പൊന്ന് തമ്പുരാനെ. ഈ തമ്പുരാൻ എല്ലാവർക്കും സർവശക്തനായ ഒരു തമ്പുരാനുണ്ട്. ദൈവം ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. യേശു ക്രിസ്തു ദൈവമാണെന്ന് ഒരു ഭാഗം പറയുന്നു, പരമശിവൻ ദൈവമാണെന്ന് ഒരു ഭാഗം പറയുന്നു, ഈശാനബി ദൈവമാണെന്ന് ഒരു ഭാഗം പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാം കേട്ടിട്ട് ദൈവം ഏതാണെന്ന് അറിയണ്ടേ. അപ്പോൾ അതറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ചോദിച്ചത്. എന്തെങ്കിലും പാകുകൂടെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ഈ കമൻറ്റുകൾ വന്നതൊന്നും എനിക്ക് വിഷയമല്ല. ഞാൻ ഈ കമൻറ്റ് ഇട്ടവരും എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ച ചോദ്യം യേശു ക്രിസ്തു ജനിച്ചത് ഡിസംബർ 25 ആണോ? ഇതാണ് എൻ്റെ ചോദ്യം. അതിനാണ് നിങ്ങൾ മറുപടി. അല്ലാതെ നിങ്ങൾ ആവശ്യമില്ലാതെ ദൈവം മുട്ടുകുത്തിയിരിക്കുക, നിങ്ങൾ മുറി അടച്ചിരിക്കുക അതൊന്നും പറയും. എൻ്റെ ചോദ്യത്തിന് ഉത്തരം ഇതാണ്, യേശു ക്രിസ്തു ജനിച്ചത് ഡിസംബർ 25 തന്നെയാണോ? ഇതാണ് എൻ്റെ ചോദ്യം.